ഇത് ലേഡി ആയതുകൊണ്ടാ. ഞങ്ങൾക്ക് വേറെ ആളാണെങ്കിൽ കൈകാര്യം ഏതർത്ഥത്തിൽ ഈ ലേഡി ഞങ്ങൾ നോക്കൂ കേട്ടോ. ഇവിടെ ഫയൽ കണ്ടിട്ടില്ലാന്നും ഇവിടെ രേഖ ഇല്ലാന്നുള്ള സാർ എഴുതി തരണം. ആ ചെയർമാനെ എഴുതി വാങ്ങിക്കോളി. ഞങ്ങൾക്ക് എഴുതണ്ട, ചെയർമാൻ എഴുതി കൊടുക്കണം. ഇവിടത്തെ ഞങ്ങളുടെ മുമ്പിൽ ഈ ഫയലുകൾ നിങ്ങളുടെ മേശപ്പുറത്തെത്തണം. ഞങ്ങൾ കാണണം ഈ ഫയലുകൾ. നിങ്ങൾ ഞങ്ങളോട് അന്യായം കാണിച്ചാൽ സർ ഇപ്പൊ ബഹുമാനുണ്ട്. നിങ്ങൾ ഞങ്ങളോട് അന്യായം കാണിച്ചാലും നിങ്ങൾക്ക് ഭരണമൊക്കെ ഉണ്ടാവാം. നിങ്ങൾ ഞങ്ങളെ പിടിച്ച് ഇതാക്കാൻ മതി, ഒന്നും കുഴപ്പമില്ല. ജീവിക്കൂല ഭൂമിയിൽ ഞങ്ങൾ ഓരോട് പറഞ്ഞിട്ടുണ്ട്, സെക്രട്ടറിയോട് പറഞ്ഞിട്ടുണ്ട്, കലക്ടറോട് പറഞ്ഞിട്ടുണ്ട്, എല്ലാവരോടും പറയും. അതുകൊണ്ട് അത് ന്യായമുള്ളതുകൊണ്ടാണ്. നിങ്ങളൊക്കെ എന്ത് മനുഷ്യന്മാരാ? മനുഷ്യന്മാരെന്ന് പറയാം, മൃഗങ്ങൾ എന്ന് പറയാം. മൃഗം ലജ്ജിച്ചു പോകും. അല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കി. ഇവിടുത്തെ രേഖകൾ ഇവിടെ വേണ്ടേ? എന്തുകൊണ്ട് ഇവിടെ രേഖകളില്ല? ഇവിടെ ആരാത് എടുത്തിട്ടുണ്ടായത്? ഞങ്ങൾക്ക് അനുകൂലോ പ്രതികൂലോ ആവട്ടെ, ഈ രേഖ ആരാ പെണ്ണ് കട്ടിക്കൊണ്ടുവരുന്നത്? ശരി, ഇവിടുത്തെ പ്രശ്നം എന്താ? ഈ ഫയലുകൾ എവിടെ വേണ്ടേ? എവിടെ വേണ്ടത്? വൺ വേർഡ് ആൻസർ. എവിടെ വേണ്ടത്? ഓഫീസിൽ വേണം. ശരി ശരി, അവിടെ നിൽക്കി, അവിടെ നിൽക്കി. ഞാൻ പറയാം, ഓഫീസിൽ വേണ്ട സാധനം ഓഫീസിൽ ഇല്ലാന്ന് എഴുതിയിട്ടേ ഉള്ളൂ. ഈ ആള് ഞങ്ങൾക്ക് പണിയെടുക്കാൻ സമ്മതിക്കുന്നില്ല. ഇതിന്റെ ഉത്തരവാദിത്തം വെറുതെ പേപ്പറിൽ എഴുതിയിട്ട് അവർ ഒഴിഞ്ഞതാ. കൊടുക്കും. എന്ത് കൊലപാതകം നടന്നാലും എന്ത് കലാപം നടന്നാലും ഈ സൂപ്രണ്ടും നിങ്ങളെപ്പോലെ മേലുള്ള ഉദ്യോഗസ്ഥന്മാരുമാണ് അതിന് ഉത്തരവാദിത്തം. ഒരു ഉദ്യോഗസ്ഥൻ മരിച്ചു എന്നിട്ടൊന്നും ഒരു നടപടിയും ഇല്ലാത്തൊരു സംവിധാനം ഈ നാടെങ്ങോട്ടാ പോകുന്നത്? ഞങ്ങൾ കുറെ ആളുകൾ ഇവിടെ നിന്നില്ലേ? അല്ല, അതൊരു ചെറിയ കാര്യമല്ല. ഇവിടുത്തെ ഒരു ഉദ്യോഗസ്ഥൻ ആത്മഹത്യ ചെയ്തു. അത് ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുമായി ബന്ധപ്പെട്ടാണ് 100% ഞങ്ങൾക്ക് ഉറപ്പാണ്. നടപടിക്രമങ്ങളുണ്ടോ? എന്നാൽ ഇവിടെ സൂപ്രണ്ട് തന്നെ ഞങ്ങളോട് രേഖാമൂലവും അല്ലാതെ ഓറലായിട്ടും പറഞ്ഞു ഒരു നടപടിക്രമങ്ങളും പാലിച്ചിട്ടില്ല. ഇത്രയും ആളുകളുടെ വോട്ട് തള്ളിയതും ഷിഫ്റ്റ് ചെയ്തതിനൊന്നും ഒരു നടപടിയും പാലിച്ചിട്ടില്ലായിരുന്നു. ഇവിടെ ഒരു ഫയലില്ല. അപ്പോ ഇത്രയും പരസ്യമായിട്ട് നിയമങ്ങൾ ലംഘിച്ച് ഒരു വോട്ടർ പട്ടിക ഉണ്ടാക്കിയതിന് ആ വോട്ടർ പട്ടികയിൽ പിന്നെ ഇവിടെ ഇലക്ഷൻ നടത്താൻ പറഞ്ഞാൽ ഇവിടുത്തെ ജനങ്ങൾ എന്താ വിചാരിക്കേണ്ടത്? എന്താണ് ഈ നാട്ടിലെ നിയമവാഴ്ച? എന്താണ് നടപടിക്രമം? അധികാരവും സൗകര്യങ്ങളൊക്കെ എല്ലാ കാലത്തും എല്ലാവർക്കും ഉണ്ടാകാറുണ്ട്. അത് വെച്ച് ഒരു നിയമവും പാലിക്കില്ല എന്നിട്ട് അത് തുറന്ന് സമ്മതിക്കുക. അത് ഞങ്ങൾ വെറുതെ പറയല്ല. ഞങ്ങൾ രേഖാമൂലം ഇവിടെ നിന്ന് തന്ന രേഖയിൽ കൃത്യം ഇവിടെ ഒരു രേഖയില്ല എന്നുള്ളത് സെക്രട്ടറി തന്നത്, അല്ലെങ്കിൽ അസിസ്റ്റന്റ് സെക്രട്ടറി ഞങ്ങൾക്ക് എഴുതി തന്നിട്ടുണ്ട്. അതിൽ വരെ വോയിസ് ഒരു വീഡിയോ ഞങ്ങളുടെ കയ്യിലുണ്ട്. അവർ ഞങ്ങളോട് പറയുന്നത് അതുപോലെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ഇവിടെയുള്ള ആളുകൾ കൊടുത്ത ഫയൽ ഇവിടെ ഉണ്ട്. ആ ഫയലിൽ കൃത്യമായിട്ട് ഇവിടെ താമസമില്ല എന്ന് ഫീൽഡിൽ പോയിട്ട് ആളുകൾ ഇവിടുത്തെ സ്റ്റാഫ് റിപ്പോർട്ട് ചെയ്ത റിപ്പോർട്ട് നിലനിൽക്കുമ്പോഴാണ് അതിന് ആ റിപ്പോർട്ട് പോലും മൈൻഡ് ചെയ്യാതെ തോന്നിയതുപോലെ സെക്രട്ടറി നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് പരസ്യമായ നിയമത്തെ വെല്ലുവിളിക്കുന്ന, നമ്മുടെ ജനാധിപത്യ സംവിധാനങ്ങളെ വെല്ലുവിളിക്കുന്ന ഒരു നടപടിയാണ് സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. അപ്പൊ അതുകൊണ്ട് ഇതിൽ നടപടിയെടുക്കാതെ ഇവിടെ ഒരു ഇലക്ഷൻ നടത്തുക എന്ന് പറയുന്നത്, അതിനെ നിങ്ങളുടെ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ അതിനോട് അഡ്ജസ്റ്റ് ചെയ്യാൻ, അതിനോട് താതാമ്യം ഞങ്ങൾക്ക് കഴിയില്ല. അങ്ങനെ ആർക്കും കഴിയില്ല. അപ്പൊ നിങ്ങളതിൽ കാരണം 9 ദിവസത്തോളായി ഇവിടെ സെക്രട്ടറി ഈ സീറ്റിലേക്ക് വന്നിട്ട് 9 ദിവസത്തോളായി സെക്രട്ടറി ഇവിടെ 2 ദിവസം മുമ്പ്. ഇത് വോട്ടർ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുമ്പോ സെക്രട്ടറി ഇവിടെ ഇല്ല. ഇതിങ്ങനെ ചെയ്യുമ്പോ ഞങ്ങളിവിടെ പ്രവീൺ കുമാർ ഉൾപ്പെടെയുള്ള TT ഉൾപ്പെടെയുള്ള UDF നേതാക്കളെ ജില്ലാ നേതൃത്വം നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ട്. ഞങ്ങളൊക്കെ കലക്ടർക്ക് പോയ സമയത്ത് JD ഇല്ലാത്തതുകൊണ്ട് അസിസ്റ്റന്റ് നിലയിൽ സംസാരിച്ചു. ഇതിന്റെ മുഴുവൻ ഡീറ്റെയിൽസും നിങ്ങൾക്കറിയാം. ഒരു കാര്യമുണ്ട്, ഇത് പേരിന് നിങ്ങളൊന്നും മനസ്സിലാക്കാം. ഇത് പേരിന് നിങ്ങളൊക്കെ പിന്നെ കാട്ടിക്കുക, എന്നിട്ട് പഴയതുപോലെ അവിടെ നിർത്താനുള്ള പണിയാണ് എടുക്കണമെങ്കിൽ ഒരു കാര്യം രേഖാമൂലങ്ങൾ എഴുതി വെച്ചോളി. ഇവിടെ തെരഞ്ഞെടുപ്പ് നടക്കില്ല. അത് ഇവിടുത്തെ പൊതുജനത്തിന്റെ വികാരമാണ്. മാത്രമല്ല ഇവിടെ എന്ത് കലാപം നടന്നാലും, എന്ത് കൊലപാതകം നടന്നാലും, റെക്കോർഡ് ചെയ്തോളി, എന്ത് കൊലപാതകം നടന്നാലും എന്ത് കലാപം നടന്നാലും ഈ സൂപ്രണ്ടും നിങ്ങളെപ്പോലെ മേലുള്ള ഉദ്യോഗസ്ഥന്മാരുമാണ് അതിന് ഉത്തരവാദിത്തം. ഞങ്ങൾ അതിന്റെ എല്ലാ രേഖയും ഞങ്ങളുടെ കയ്യിലുണ്ട്. ഇവിടെ കൊലപാതകം നടന്നല്ലോ, ഇവിടെ ആത്മഹത്യ ചെയ്തല്ലോ, അതിന് ഉത്തരവാദിത്തമുള്ള ആൾ ഇവിടെ ഉണ്ടല്ലോ. അതിന്റെ ഭീഷണിപ്പെടുത്തിയ ആള്, പ്രഷർ ഉണ്ടാക്കിയ ആൾ ഇവിടെ ഇരിക്കുന്നുണ്ടല്ലോ.
അതൊക്കെ നിങ്ങൾ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. ഇതൊക്കെ കമ്മ്യൂണിസം ആക്കരുത്. നിങ്ങൾക്കൊക്കെ ഇതുണ്ടാവും. ഞങ്ങൾ കലക്ടറോട് പറഞ്ഞേ, കലക്ടർമാർക്ക് LDF യൂണിയൻ ഉണ്ടോ ഞങ്ങൾക്കറിയില്ല, നിങ്ങളൊക്കെ യൂണിയൻ ഉണ്ടെന്ന് അറിയാം. അപ്പൊ അതുകൊണ്ട് ഇവിടുന്ന് വോട്ട് തള്ളിപ്പോയത്, അവിടെ നിന്ന് ഇങ്ങോട്ട് മാറ്റിയത്, അങ്ങനെ 100 ആളുകൾ ഇവിടെ ഇപ്പം സമരമായിട്ട് വന്നത് ഒരു കൗൺസിലറുടെ ഭാര്യ ഇല്ല, മോളുമില്ല, എവിടെയില്ല. അപ്പൊ നമ്മൾ പറയുന്നത്, നിങ്ങളുടെ മുമ്പിൽ രേഖ തന്നു, നിങ്ങൾ ഇവിടേക്ക് ഫയൽ പരിശോധിക്കാൻ വേണ്ടി ആളെ വിട്ടു, ഇവിടുന്ന് ഫയൽ എടുക്കാൻ വേണ്ടി അവിടെ ആൾ വന്നു, ഫയൽ ഇവിടെ കൊണ്ടുവന്നു. എന്നിട്ട് ആ ഫയലിന്റെ വിഷയത്തിൽ നിങ്ങൾ 3-4 ഉദ്യോഗസ്ഥന്മാർക്ക് ഇവിടെ സൂപ്രണ്ട് ചാർജ് കൊടുത്തു, ചാർജിലെ സെക്രട്ടറി എന്ന നിലയിൽ. ആ സൂപ്രണ്ട് ചാർജ് കൊടുത്തപ്പോൾ അവരോട് പറയാം, നിങ്ങളൊരു പണിയെടുക്കണ്ട, ഇവിടെ ആളുണ്ട്, നിങ്ങൾ വിളിക്കണവരെ, അവരോട് പറയാം നിങ്ങളൊരു പണിയെടുക്കണ്ട. എന്നിട്ട് അവർ വന്ന് പറയണം, ഞങ്ങൾക്ക് ഇവിടെ ഡ്യൂട്ടി തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതിന്റെ കൂടെ നിൽക്കണം. അവസാനം ഇവര് കൈ ഒഴിഞ്ഞപ്പം നേരെ DD വരും, നിങ്ങളെടുത്ത് വന്നിട്ട് അവിടെ റിപ്പോർട്ട് ചെയ്യണം. എന്നിട്ട് എന്തെങ്കിലും നന്നോ? ഇവിടെ ഒരു ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ ഇത് മുഴുവൻ ഈ നിൽക്കുന്ന പോലെ, കാർസേവേ അന്ന് നമ്മൾ സംസാരിച്ചപ്പോൾ ഈ ഉദ്യോഗസ്ഥൻ ഇതേപോലെ ഇരുന്നതാണ്, ഇതേപോലെ ദിവസം എത്രമായി? ഞങ്ങൾ പറയണത് എന്താ? ഞങ്ങളുടെ അവകാശം, ഈ നാട്ടിലെ വോട്ടർമാരുടെ അവകാശം, അതിന് വേണ്ടിയിട്ട് ഒരു ഫയൽ നീക്കുക. സെക്രട്ടറി ഇവിടെ ഇല്ല, ഒരു ഫയൽ നീക്കുന്നില്ല. ഈ സൂപ്രണ്ടിനോട് വന്നിട്ട് ആളുകൾ ഇവിടെ ഉദ്യോഗസ്ഥന്മാർ സംസാരിച്ചിട്ട്, ഇവിടെ LDFന്റെ ഉദ്യോഗസ്ഥന്മാർ നിങ്ങൾ ചോദിച്ചു പ്രൈവറ്റ് പേഴ്സണൽ സംസാരിക്കും, അവർ പറയും ഈ ആള് ഞങ്ങൾക്ക് പണിയെടുക്കാൻ സമ്മതിക്കുന്നില്ല, ഇതിന്റെ ഉത്തരവാദിത്തം വെറുതെ പേപ്പറിൽ എഴുതിയിട്ട് അവർ ഒഴിഞ്ഞതാ. അതിന്റെ രേഖ നമ്മളെ ഇതിലെ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ, കലക്ടർ നിയോഗിച്ച അല്ലെങ്കിൽ അതിന്റെ പ്രകാരം ഈ അസിസ്റ്റന്റ് സെക്രട്ടറി നിയോഗിച്ച 4 ഉദ്യോഗസ്ഥന്മാർ ഫീൽഡിൽ പോകാൻ അവർ ബേസ് ആയിട്ടുള്ള അതിൻ്റെ ബാക്ക് ഫയൽ ചോദിച്ചപ്പോൾ ആ ബാക്ക് ഫയൽ ഇവിടുന്ന് കൊടുക്കുന്നില്ല. ആ ബാക്ക് ഫയൽ കൊടുക്കാൻ ഇവിടെ ബാക്ക് ഫയൽ ഇല്ല. എന്നിട്ട് അവർ തിരിച്ചിട്ട് JDക്ക് റിപ്പോർട്ട് നൽകുക. എന്താ നൽകുന്നത്? ഞങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാൻ അവിടെ സൗകര്യമില്ല, ഞങ്ങൾക്ക് അതിന് സംവിധാനം ഉണ്ടാക്കണം എന്ന് പറയുമ്പോൾ JD പറയുന്നത് എന്താ? നിങ്ങൾ അതൊന്നും പണിയെടുക്കേണ്ടിയില്ല, 5-ാം തീയതി വരെ ഇത് ലാഗ് ചെയ്ത് കൊണ്ടുവച്ചാൽ മതി എന്ന്. ആരാ പറയുന്നത്? JD പറയുന്നത്. ഓക്കെ, എന്നിട്ട് ഇവർ എഴുതി കൊടുക്കുക. ആ എഴുതി കൊടുക്കുന്നതിൽ അവർ പറയുന്നുണ്ട്, ഈ 4 പേരുടെയും ലെറ്ററിലുണ്ട് അവരുടെ ഒപ്പം ഇവിടെ വർക്ക് ചെയ്ത ഒരു സ്റ്റാഫിന് അയാൾ ആത്മഹത്യ ചെയ്യാനുണ്ടായ ആ സമ്മർദ്ദത്തെക്കുറിച്ച് അതിൽ അവർ മെൻഷൻ ചെയ്യുന്നുണ്ട്. അത് മെൻഷൻ ചെയ്തിട്ട് സ്വന്തം ഒപ്പം ജോലി ചെയ്ത ഒരു ഉദ്യോഗസ്ഥനെ സമ്മർദ്ദം ചെയ്ത് ആത്മഹത്യ ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായിട്ട് പോലും ഒരു ലെവലേശം ഉറപ്പില്ലാതെ എന്നിട്ട് രാവിലെയും വൈകുന്നേരം ഇവിടെ വന്ന് കുത്തിരുന്നിട്ട് നിൽക്കുന്ന ഈ ഉദ്യോഗസ്ഥന്മാരെ കുറിച്ച് ഞങ്ങൾ എന്താ പറയുക? മറുപടി പറയുന്നത് ഇത്രയും ദിവസമായിട്ട് സെക്രട്ടറി ഇല്ല, എന്താ പരിപാടി എന്ന് ഞങ്ങൾക്കറിയാം, ഞങ്ങൾ പൊട്ടന്മാരല്ലോ. ഇവിടെ നിന്ന് ലീവ് എടുക്കാതിരിക്കുക. ലീവ് എടുക്കുമ്പോൾ സ്വാഭാവികമായി പകരം ആൾ ചാർജ് എടുക്കും. ഈ തന്ത്രമൊക്കെ ഞങ്ങൾക്കറിയാം. ലീവ് എടുക്കാതിരിക്കുക, പുറത്തേടെ പോയി വിളിച്ചിരിക്കുക. വീട്ടിലുമില്ല, ഞങ്ങൾ അന്വേഷിക്കണ്ടേ, ഏത് വീട്ടിലും എവിടെയാണോ അതിൽ തറവാട് ചുറ്റും ഞങ്ങൾ ആൾക്കാരുണ്ട്. അത് നിങ്ങളാണെങ്കിൽ നിങ്ങൾ ഞങ്ങളോട് അന്യായം കാണിച്ചാൽ, സർ ഇപ്പൊ ബഹുമാനുണ്ട്, നിങ്ങൾ ഞങ്ങളോട് അന്യായം കാണിച്ചാലും നിങ്ങൾക്ക് ഭരണമൊക്കെ ഉണ്ടാവാം, നിങ്ങൾ ഞങ്ങളെ പിടിച്ച് ഇതാക്കാൻ മതി, ഒന്നും കുഴപ്പമില്ല. ജീവിക്കൂല ഭൂമിയിൽ ഞങ്ങൾ ഓരോട് പറഞ്ഞിട്ടുണ്ട്, സെക്രട്ടറിയോട് പറഞ്ഞിട്ടുണ്ട്, കലക്ടറോട് പറഞ്ഞിട്ടുണ്ട്, എല്ലാവരോടും പറയും. അതുകൊണ്ട് ന്യായമുള്ളതുകൊണ്ടാണ്. നിങ്ങളാണെങ്കിലും നിങ്ങൾ അങ്ങനെ ന്യായത്തിന് സമരം ചെയ്ത് നിങ്ങളെ കൂടെ ഉണ്ടാവും. ഇയാൾ നിങ്ങളോട് അന്യായം ചെയ്താൽ നിങ്ങളെ കൂടെ ഉണ്ടാകാം, ഇവരെ കൂടെ അല്ല. അത് കുറച്ചൊക്കെ ന്യായത്തിന്റെ കൂടെ വെക്കണം. ഞാൻ പറഞ്ഞത് ഈ സെക്രട്ടറി ഇത്രയും ദിവസം ഇവിടെ ഇല്ലല്ലോ, നിങ്ങൾ എന്താ റിപ്പോർട്ട് ചെയ്യാം? എന്താ ഇതിന്റെ കാര്യം? ഇവിടെ ആർക്കാ ചാർജ്? സെക്രട്ടറിക്ക് ലോഗിൻ ഉൾപ്പെടെയുള്ള കൊടുക്കേണ്ടത് എന്താ ചെയ്യാത്തത്? ദിവസം എത്രയായി? അത് തന്ത്രമാണ്, ഞങ്ങൾക്കറിയാം. അത് നിങ്ങളെ കാണേണ്ടത് എന്താണ്? ഇവിടത്തെ ഞങ്ങളുടെ മുമ്പിൽ ഈ ഫയലുകൾ നിങ്ങളുടെ മേശപ്പുറത്തെത്തണം. ഞങ്ങൾ കാണണം ഈ ഫയലുകൾ. ഞങ്ങൾ പോകും. ഈ ബാക്ക് ഫയല് ഞങ്ങൾ പരിശോധന നിങ്ങൾ പരിശോധിച്ചു. ആ ബാക്ക് ഫയലുകൾ ഇവിടെ എത്തട്ടെ. ഞങ്ങൾ കൊടുത്ത അപേക്ഷ ഫോം നമ്പർ 5 ഞങ്ങൾ കൊടുത്ത അപേക്ഷ, അതോ ഞങ്ങളെ കൊണ്ട് പണിയെടുത്തിട്ടുണ്ട്. ഓരോ സമയത്ത് വേറെ ഓരോന്ന് പറഞ്ഞ് ലാസ്റ്റ് ഞങ്ങൾ സ്റ്റാമ്പ് ഒട്ടിച്ചിട്ട് അല്ലേ, സ്റ്റാമ്പ് ഒട്ടിച്ചിട്ട് ഓരോ സിംഗിൾ ആയിട്ട് ഞങ്ങളെ കൊണ്ട് കൊടുപ്പിച്ചു. ഓൺലൈനായിട്ട് വേറെ കൊടുപ്പിച്ചു, പിന്നീട് വേറെ കൊടുപ്പിച്ചു, ലാസ്റ്റ് ഇവിടെ JD കൊടുക്കാൻ വേണ്ടി വേറെ കൊടുപ്പിച്ചു. ഇങ്ങനെ ഞങ്ങളെ കൊണ്ട് പണിയെടുപ്പിച്ചത് ആ ഫയലൊന്നും ഇവിടെ കാണുന്നില്ലെങ്കിൽ നമ്മളെ വേറെ കാര്യമുണ്ട്. നമ്മള് 8 കണക്കിന് 1000-ഓളം പരാതി ലാസ്റ്റ് കൊടുത്തു, കളക്ടർ കൊടുത്തു, ഡെപ്യൂട്ടി കളക്ടർ കൊടുത്തു. സ്വാഭാവികമായി ഇവിടെ സെക്രട്ടറിക്ക് ഒരു കോപ്പി ഉണ്ടാവും. ആ കോപ്പി ഇവിടെ കൊണ്ടുവന്ന് കൊടുത്തപ്പോൾ സൂപ്രണ്ട് കൊണ്ടുവന്നു വെച്ചാൽ നിങ്ങൾ ഇവിടെ ഞങ്ങൾ കാണുമ്പോൾ ഭയങ്കര സോപ്പടിക്കല്. ഇതൊക്കെ ഞങ്ങൾക്ക് അറിയില്ല. ഇത് ലേഡി ആയതുകൊണ്ടാണ്. ഞങ്ങൾക്ക് വേറെ ആളാണെങ്കിൽ കൈകാര്യം ചെയ്യും ഏതർത്ഥത്തിൽ ഈ ലേഡി ഞങ്ങൾ നോക്കൂലട്ടോ. എന്നിട്ട് ഇവര് പറഞ്ഞെന്നറിയോ, നിങ്ങൾ സോപ്പ് അടിച്ചിട്ട് പറയാം, നിങ്ങൾക്ക് കൊടുത്ത ആ അപേക്ഷ മുഴുവൻ എന്റെ മേശപ്പുറത്ത് ഇപ്പൊ വരും അവിടുന്ന്, കാരണം ഇവിടെ ആൾ വിട്ടല്ലോ. ഇവിടെ നിങ്ങൾ തരണ്ട, ഞങ്ങൾ എല്ലാം പരിഗണിച്ചോളാം. അപ്പൊ എല്ലാരോടും പറയുന്നതാ, ഞാൻ പരിഗണിച്ചോളാം, നിങ്ങൾ വോട്ടുള്ളിൽ ഇങ്ങനെ അധികാരം ഉണ്ട് എന്ന് ഞങ്ങൾ ആളുകൾ സോപ്പിട്ട് പറയാം. ഇപ്പൊ പറയും ഞാനല്ലേ, അത് സെക്രട്ടറിയാണ്, ഞാനല്ലേ. വീഡിയോ ആണ്, ഇവിടെ ഒരു ഫയലും ഇല്ല എന്നുള്ളത്. ഇവിടുത്തെ രേഖകൾ ഇവിടെ വേണ്ടേ? എന്തുകൊണ്ട് ഇവിടെ രേഖകളില്ല? ഇവിടെ ആരാത് എടുത്തത്?
ഞങ്ങൾക്ക് അനുകൂലോ പ്രതികൂലോ ആവട്ടെ, ഈ രേഖ ആരാ പെണ്ണ് കടത്തിക്കൊണ്ടുവരുന്നത്? അതിന് അതിൻ്റെതായ സംവിധാനം സൗകര്യം ഞങ്ങൾ അതിലേക്കൊന്നും പോയിട്ടില്ല. ഞങ്ങൾ നിയമവാഴ്ചയിലും ജനാധിപത്യത്തിൽ വിശ്വാസമുള്ള ആളുകളാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ജനാധിപത്യപരമായി സംഘടിച്ചത്. അതുകൊണ്ട് അതിന്റെ റൂട്ടിലേക്ക് പോകുന്നില്ലെങ്കിൽ പിന്നെ കാര്യങ്ങളൊക്കെ വിട്ടു സ്വാഭാവികല്ലേ. ഞങ്ങൾ വേറെ നിർത്തി ഉണ്ടാവില്ല. അപ്പം മാഡം ബാക്കിയുള്ളവരൊക്കെ ഞങ്ങൾ മുന്നേ കണക്കായിരിക്കും. ഞങ്ങളൊക്കെ ഞാൻ 3 തവണ ജയിലിൽ കിടന്ന ആളാണ്. പോയ കടന്നിട്ടുണ്ട്, നസീബ് കടന്നിട്ടുണ്ട്, എല്ലാവരും കടന്നിട്ടുണ്ട്. ഞങ്ങളെല്ലാ സമരവും കഴിഞ്ഞിട്ടാണ് ഈ രൂപത്തിലെത്തി. ആ മേശപ്പെടുന്നുണ്ട്. ഒന്നാമത്തെ ഒഫൻസ് അതാണ്, ഇവിടുന്ന് ഫയൽ കടത്തിക്കൊണ്ടുപോയത്. ഈ സെക്രട്ടറിയുടെ കയ്യിൽ നിന്ന് സെക്രട്ടറി പുറകെ കൊണ്ടുപോയതാണോ? അല്ല, സെക്രട്ടറിയുടെ കയ്യിലാണ്. സെക്രട്ടറി വിളിക്കുന്നത് മൂപ്പര് ഇവിടെ വരുമല്ലോ, ഫോണിൽ വിളിക്കും. സെക്രട്ടറി കളക്ടർ വിളിച്ചിട്ട് VIP ആണെന്നോ VVIP ആണെന്നോ കളക്ടറെ മുമ്പിലുണ്ടായിട്ട് സെക്രട്ടറി വന്നിട്ടില്ല. DD പോയി. ഇന്നാട്ടോ അഡ്മിറ്റ്. ഇതിന്റെ പേരിൽ കഴിഞ്ഞ 9 ദിവസം മുമ്പ് അഡ്മിറ്റ് എന്നറിയാം. അവിടെ ആബ്സെന്റ് മാർക്ക് ചെയ്തിരിക്കണം. എല്ലാം നമുക്കറിയാം. ഞങ്ങൾ ഹൈക്കോടതി ഫയൽ ചെയ്തത് പോലും സൈൻ ബുക്ക് എടുപ്പിക്കും സാർ. സൈൻ ബുക്ക് ഇല്ലേ? സൈൻ ബുക്ക് സാർ എല്ലാ രേഖയാണ്. ഹൈക്കോടതി ഞങ്ങൾ ഫയൽ ചെയ്ത് ഞങ്ങൾക്കറിയാം. ഹൈക്കോടതി നിങ്ങൾ ഇടപെടുന്നില്ല, പക്ഷെ രേഖകൾ ഉണ്ടാവും. അല്ല സാർ എഴുതി തരണം. ഇവിടെ ഫയലൊന്നും ഇല്ലാന്ന് ഞങ്ങൾ എഴുതി തരണം. അല്ല ഞങ്ങൾ സമ്മതങ്ങളോട്ട് പോകില്ല. സാർ എഴുതി തരണം. ഇവിടെ ഫയൽ സാർ കണ്ടിട്ടില്ലാന്നും ഇവിടെ രേഖ ഇല്ല എന്നുള്ള സാർ എഴുതി തരണം. ആ ചെയർമാനെ എഴുതി വെക്കില്ല. ഞങ്ങൾ എഴുതണ്ട, ചെയർമാൻ എഴുതി കൊടുക്കണം. ആ അല്ല അല്ല സാറിന് അറിയാലോ ഇവരെ എഴുതി തട്ടെന്ന് സാറിന് മുന്നിൽ ചെയ്ത്. സാറേ ഞങ്ങൾക്ക് വേറൊന്നുമില്ല. ഈ സെക്രട്ടറിയുടെ സൈൻ ബുക്ക് ഇപ്പൊ വാങ്ങണം. രണ്ടാമത്തെ കാര്യം, ഫോൺ ഇത് തള്ളല് ഏത് ഫോണിലാണ്? 14 അതിന്റെ സാധനം ഇവിടെ വേണം. ബൾക്കായിട്ട് തള്ളലിങ്ങനെ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കണം. അതിന്റെ കോപ്പി ഇവിടെ ഉണ്ടോ? പരിശോധിച്ച് ബോധ്യപ്പെടണം. ഒരു ഉദ്യോഗസ്ഥൻ മരിച്ചു എന്നിട്ടൊന്നും ഒരു നടപടിയും ഇല്ലാത്തൊരു സംവിധാനം ഈ നാടെങ്ങോട്ടാ പോകുന്നത്? ഞങ്ങൾ കുറെ ആളുകൾ ഇവിടെ നിന്നില്ലേ? അല്ല, അതൊരു ചെറിയ കാര്യമല്ല. ഇവിടുത്തെ ഒരു ഉദ്യോഗസ്ഥൻ ആത്മഹത്യ ചെയ്തു. അത് ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുമായി ബന്ധപ്പെട്ടാന്ന് 100% ഞങ്ങൾക്ക് ഉറപ്പാണ്. അയാൾ അതിന്റെ മുമ്പ് 2 ദിവസം 11:30 മണിക്കാണ് അയാളെ വീട്ടിലെത്തിയെന്ന് അയാളുടെ ഭാര്യ എന്നോട് നേരിട്ട് പറഞ്ഞു. അയാളുടെ ഭാര്യ നേരിട്ട് എന്നോട് പറഞ്ഞാണ് 11:30 മണിക്കാണ്. ഞാനിവിടെ സ്റ്റാഫിനോട് ചോദിച്ചപ്പോൾ 6 മണിക്ക് അയാൾ പോയിക്കുന്നത്. ഒരു ദിവസം അയാൾ വോട്ടെടുപ്പായിട്ട് നറുക്കെടുപ്പായിട്ട് ബന്ധപ്പെട്ട് സിവിൽ സ്റ്റേഷനിലായിരുന്നു. അന്ന് 5 മണിക്ക് അയാൾ സിവിൽ സ്റ്റേഷനിൽ പോയിക്കുന്നു. പിറ്റേ ദിവസം ഇവിടുന്ന് അയാൾ 6 മണിക്ക് പോയിക്കുന്നു. പക്ഷെ ആ 2 ദിവസം അയാൾ വീട്ടിലെത്തിയ 11:30 മണിക്കാണ്. അയാളുടെ ഭാര്യ പറഞ്ഞതാ. പിന്നെ പിറ്റേന്ന് 2 ദിവസം അയാൾ ജോലിക്ക് വന്നിട്ടില്ല. 3, 4, 5ാമത്തെ ദിവസം അയാൾ ആത്മഹത്യ ചെയ്തു. അത്രയും ഗുരുതരമായ ഈ ഭരണത്തിന്റെ തണ്ണിൽ ചിലപ്പോൾ അതൊക്കെ ഫയൽ തൽക്കാലമൊക്കെ അറിയാം. ഞങ്ങൾ അതൊക്കെ അതിന്റെ ബാക്കിൽ തൂങ്ങും. ആ കുട്ടിയുടെ മരണത്തില് ആരൊക്കെ അവനെ വിളിച്ചിട്ടുണ്ടോ, ആരൊക്കെ ഫോൺ ചെയ്ത് സമ്മർദ്ദപ്പെടുത്തിയിട്ടുണ്ടോ, കോൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടോ, ഞങ്ങൾ വിടൂല കേസ്. കാരണം ഞങ്ങളുടെ നാട്ടിൽ ജോലി ചെയ്യാൻ വന്ന ഒരു ചെറുപ്പക്കാരൻ ഞങ്ങൾക്കറിയാം. വളരെ മാന്യമായി നമുക്ക് സംശയം അറിയോ സാർ? ഇപ്പൊ ഈ വിവരം കേട്ടാൽ നിങ്ങളെ ഒരു ഉദ്യോഗസ്ഥനാണ് എന്ത് പറഞ്ഞാലോ അങ്ങനെ ഒരാൾ മരിച്ചാൽ അതിന് നിങ്ങൾക്ക് പോലും സങ്കടമില്ലാതെ. ഇവിടെ പല ആൾക്കാരുണ്ട് സ്വന്തം മോൻ ആത്മഹത്യ ചെയ്താലും അവിടെ പോയി തിരിഞ്ഞു നോക്കി തിരിച്ച് ഓഫീസിലേക്ക് വന്ന് ചാർജ് എടുത്ത ആൾക്കാരുണ്ട് ഒരു പണിക്ക്. അതൊക്കെ സ്വന്തം മോന് പോലും. അങ്ങനത്തെ ആൾക്കാരോടല്ല, മനുഷ്യത്തുള്ള നിങ്ങളെപ്പോലത്തെ ആൾക്കാരോട് പറയുക. നിങ്ങൾക്ക് ഒരു വിവരം കേട്ടാൽ നിങ്ങൾക്കൊരു മാന്യതല്ലേ? എൻ്റെ സ്കൂൾ, ഞാൻ സ്കൂൾ മാറ്റാം, എൻ്റെ സ്കൂളിൽ ഒരു സ്റ്റാഫിന് അങ്ങനെ സംഭവിച്ചു. ഞാനൊരു 1 മാസം ഉറങ്ങൂല. അങ്ങനെ സംഭവിച്ചാൽ നമ്മളതിൻ്റെ പിന്നാലെ പോകും. നിങ്ങളൊക്കെ എന്ത് മനുഷ്യന്മാരാ? മനുഷ്യന്മാരെന്ന് പറയാം, മൃഗങ്ങൾ എന്ന് പറയാം. മൃഗം ലജ്ജിച്ചു പോകും. അല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കി. എന്നിട്ട് എന്തെങ്കിലും പറഞ്ഞാണ്ടല്ലോ ഇവിടെ ഉദ്യോഗസ്ഥന്മാർ ഉൾപ്പെടെ എന്തെങ്കിലും പറഞ്ഞാൽ ബോധം കെട്ട് വീഴുക. പിറ്റേ അരമണിക്കൂർ കഴിഞ്ഞ് പിന്നെ ഈ ഏർപ്പാടൊക്കെ എന്താ? ഇത് എന്താണ്? കരിങ്കല്ല. ഞങ്ങൾ പറയും ഒരാൾക്ക് വോട്ട് തള്ളുക, 5 ഫോം 5 കൊടുത്താൽ എന്താണ് ആ വോട്ട് തള്ളണത്? 14 ഫോം കൊടുത്തിട്ട് എഴുതി കൊടുക്കൂലേ? എനിക്ക് ആ 14ാം ഫോം കൊടുക്കും. അതിന് രേഖപ്പെടില്ല, ബൾക്കിന് ഒരു പ്രൊസീജിയർ ഇല്ല, ഒന്നും നടത്തിയില്ല. നമുക്കിപ്പോൾ കിട്ടേണ്ടത് ഈ ഫയൽ സാർ ഇവിടെ ഹാജരാക്കണം. ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് എഴുതി തരണം. ഇതെന്ന് ഈ ഫയൽ ഇവിടെ എല്ലാം ഉണ്ട്. വേറെ വർത്താനൊന്നുമില്ല. ഫോം നമ്പർ 5, ഫോം നമ്പർ 7, ഫോം നമ്പർ 4 ഒക്കെ ഇവിടെ ബൾക്കുള്ള അപേക്ഷ ഫോം. അതുപോലെ ഇവർ നോട്ടീസ് ബോർഡിൽ ഇട്ടത് ആളുകൾക്ക് നോട്ടീസ് നൽകണമല്ലോ. എന്റെ വോട്ട് ഇവിടുന്ന് ട്രാൻസ്ഫോം ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? എനിക്ക് നോട്ടീസ് എനിക്ക് തരണ്ടേ?
ആ നോട്ടീസിന്റെ കോപ്പിയൊക്കെ ഇവിടെ ഉണ്ടാകല്ലോ. ആൾക്ക് നോട്ടീസ് അയച്ചത്, നോട്ടീസ് റിസീവ് ചെയ്തത്, അതിന് ഹിയറിംഗ് നടത്തിയത്, അതിന്റെ കോപ്പി ഉണ്ടോ? ആ അത് കിട്ടി. അതല്ല, അതൊക്കെ നമ്മൾ കൊടുത്താണ്. സാറെല്ലാം കണ്ടത് സാറിന് അറിയിട്ടൊന്നുമില്ല. ഞങ്ങൾക്ക് എഴുതി തന്നിച്ചാൽ മതി. അതിന്റെ കൊടുത്ത അപേക്ഷന്റെ ഇത് മാത്രം സാർ, റെസീപ്റ്റ് മാത്രം. അതതിന്റെ അക്നോളജ്മെന്റ് ആണ്. അത് റെസീപ്റ്റ് മാത്രം. കോപ്പി അവിടെ ഉണ്ട്. സെക്രട്ടറിയിൽ ആർക്കാ ചാർജ് കൊടുക്കാം? സെക്രട്ടറിയിൽ ഇവിടെ ആർക്കാ ചാർജ് കൊടുക്കേണ്ടി? സാധാരണ സൂപ്രണ്ടിന് മാത്രമല്ല, പല ആളുകൾക്കും ചാർജാണ്. ഇവിടെ കഴിഞ്ഞ ഇലക്ഷനൊക്കെ നടത്തിയ ആൾക്കാർ ചെയ്യാം. അങ്ങനെയാണ് ഇവിടെ അങ്ങനെ നടക്കില്ല. ഞങ്ങളെന്നും കലാപരിക്കും. എന്തായാലും ഇത് ഇലക്ഷൻ കമ്മീഷനിലേക്ക് കളക്ടർ വിളിച്ചിട്ടുണ്ട്. അപ്പൊ അതിനനുസരിച്ച് നടപടി അവിടെ നിന്ന് വരണം. നടപടി വന്ന് കളക്ടർ എന്താണോ നിർദ്ദേശിക്കുന്ന ആ രൂപത്തിൽ ബാക്കി കാര്യങ്ങൾ ചെയ്യാം. ഷാജാ സാർ ഇന്നലെ വിളിച്ചു, എന്നെ വിളിച്ചു, MP വിളിച്ചു, ഇന്നലെ പോയി കണ്ടു. നമ്മൾ കൃത്യമായിട്ട് എല്ലാവർക്കും ബോധ്യപ്പെട്ടു. നിങ്ങൾ എല്ലാവർക്കും ബോധ്യപ്പെട്ടു. ഈ സെക്രട്ടറിന്റെ ചാർജ് ഈ കക്ഷിക്ക് കൊടുത്ത നമ്മൾ അത് വേണ്ട. നിങ്ങൾ പ്രശ്നം പരിഹരിക്കാനാണെങ്കിൽ ഇവിടെ എക്ക് ചാർജ് കൊടുക്കും. ചെയർമാൻ, ഇവിടെ എക്ക് പല ചാർജ് ഉണ്ടായില്ലേ? കഴിഞ്ഞ കഴിഞ്ഞ മുനിസിപ്പൽ ഇലക്ഷനൊക്കെ നടത്തി സൂപ്രണ്ട് ഉണ്ടായിക്കൊള്ള എ അല്ലേ? സ്പെഷ്യൽ കേസാണ് നിങ്ങൾ റിപ്പോർട്ട് ചെയ്യണം. സൂപ്രണ്ട് നിങ്ങൾ ചാർജ് കൊടുക്കുകയാണെങ്കിൽ പിന്നെ ഞങ്ങൾ ഇവിടെ ഉണ്ടാവില്ല. കൊടുത്ത കഴിഞ്ഞ കാലത്തൊക്കെ ചാർജ് വേണ്ടെന്ന് എഴുതി കൊടുത്താലേ, അല്ലെങ്കിൽ തരൂലെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഞങ്ങൾ കൊടുക്കില്ലേ? ഇവിടെ രേഖയിലാണല്ലോ. അല്ലെങ്കിൽ ലേഡി തന്നെ ചാർജ് എടുത്തോട്ടെ. ഞാൻ ആ ഉറപ്പാ, ഞങ്ങൾ വാക്കാ. കാരണം ഈ ഒരു ശതമാനം പോലും ഇവിടുത്തെ സാധാരണക്കാർക്ക് നീതിയില്ല. അതിന് കാരണം ഞങ്ങൾ ആരോപിക്കാം, കൃത്യമായി രേഖ വെച്ച് പറയാം. പല ആനുകൂല്യം കിട്ടിയിട്ടാണ്, പലതുണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ എക്ക് ചാർജ് കൊടുക്കും. ഈ ബാബ നോക്കിയ ഈ ബാബ കൗൺസിലർ വരുമ്പേ ആ വിഭാഗത്തിന്റെ ട്രഷററാണ്, മാനിപുരം വിഭാഗത്തിന്റെ ട്രഷറർ അദ്ദേഹം. യാത്രക്ക് ആരാർപ്പണം നടത്തിയ CPM മാരുണ്ട്. പ്രധാനപ്പെട്ട ഒരു നേതാവാണ് അദ്ദേഹം. ലീഗിന്റെ മാത്രം ആളല്ല, അത് കൗൺസിലർ സ്വതന്ത്രനായി മത്സരിച്ച ആളാണ്. അദ്ദേഹത്തെയൊക്കെ ഇവിടെ പരിപാടിക്ക് CPM-ന്റെ ഇവിടുത്തെ നേരത്തെ OK ഭാസ്കർ എന്ന് പറയും, ഏരിയ സെക്രട്ടറി. അയാളുടെ അനിയൻ ശ്രീനു CPM മെമ്പർഷിപ്പുള്ളതാണ്. അയാൾ എന്നോട് പറഞ്ഞത് അയാൾ 34ാം ഡിവിഷനിലെ വോട്ടറാണ്. അയാളെ കൊണ്ടേക്ക് 35 ഇട്ടിട്ട് അയാളെ പറഞ്ഞു ഞാൻ CPM ഒക്കെ. പക്ഷെ എൻ്റെ വീടുള്ളിടത്തല്ല എനിക്ക് വോട്ട് വേണ്ടത്. എന്നോട് ചോദിക്കാതെ എങ്ങനെ അത് CPM-ന്റെ കമ്മിറ്റി മെമ്പർ, അത് OK ഭാസ്കർ മരിച്ചുപോയി, ഏരിയ സെക്രട്ടറി, അയാളുടെ അഞ്ചൻ. ഞാൻ പറഞ്ഞത് നിങ്ങൾ തന്നെ ചോദിച്ചു ശ്രീനു എന്നെല്ലാം കണ്ടി. ആ അല്ല പറയാം, ലീഗ് മാത്രമൊന്നുമല്ല. മുനിസിപ്പാലിറ്റിയിൽ ഏത് അധികാരത്തിലുള്ളത് ആ വാർഡ് സഭയിൽ മിനിറ്റ്സിൽ ഒപ്പുവെക്കാനുള്ള അവകാശം ആർക്കാണുള്ളത്? ആ വാർഡിലെ വോട്ടർക്കല്ല. ഒരു വാർഡിലും, കൊടുവള്ളി മുനിസിപ്പാലിറ്റിയിലെ ഒരു വാർഡിലും വോട്ടില്ലാത്ത ഒരു വോട്ടർ അവർ അവകാശം ചോദിച്ച് നിങ്ങളെടുത്തേക്ക് വന്നാൽ നിങ്ങൾ കൊടുക്കുമോ? ഒരു പോകാനുള്ളത് ഒരു കൗൺസിലർ എടുത്തേക്കല്ലേ. ആ കൗൺസിലർ എടുത്ത ഒരു വോട്ടില്ലാത്ത ഒരു പൗരന് സലാം അദ്ദേഹത്തിന്റെ വോട്ട് തള്ളി. ഈ സൂപ്രണ്ട് ഡ്രൈവറാ. സൂപ്രണ്ടിന് അവസ്മാരം എങ്ങനെ കൊണ്ടുവരുന്ന ആളാണ്, വീട്ടിൽ കൊണ്ടായി കൊടുക്കുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ അപ്പൊ ഇതിന്റെ അവസ്ഥ അറിയോ? ഈ സെക്രട്ടറി അല്ല ഇത് ചെയ്തതെന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവ് എന്താണെന്നാല് സെക്രട്ടറി എന്തായാലും ഫോട്ടോ നോക്കി ഒരാളെ വോട്ട് തള്ളുമ്പോൾ ആളാണ് പരിശോധിക്കുകയാണ് ചെയ്യാം. അപ്പൊ സ്വന്തം ഡ്രൈവറെ വോട്ട് തള്ളുമ്പോൾ എന്തായാലും അയാൾ അത് ചെയ്യില്ലല്ലോ. അയാൾ ചെയ്യോ? ചെയ്യില്ല. അപ്പൊ അയാളല്ല ഇത് ചെയ്തത്. കാരണം അയാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ സ്വന്തം ഡ്രൈവറെ വോട്ട് തള്ളൂല. ആരാണ് അറിയില്ലെങ്കിൽ ഒരു വോട്ടർ ലിസ്റ്റിലെ പേജിൽ 29 ആളാ 1 by 1 ഒന്ന് അവശേഷിക്കൂലേ? ഒന്ന് പരിശോധിച്ചിരുന്നെങ്കിൽ 28 ഒരു പേജ് മീഡിയക്കാർ സുപ്രഭാത എഡിറ്റർ അവിടെ ഇവർക്കൊക്കെ കൃത്യമായി ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഇനി നിങ്ങൾ കാര്യങ്ങൾ പറയാം, അല്ലാതെ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയേണ്ടത് ഈ രേഖകൾ ഇവിടെ ഉണ്ടോ? രേഖകൾ ഇവിടെ ഉണ്ടോ? അല്ല ഞങ്ങൾക്ക് സൂപ്രണ്ട് ഞങ്ങൾക്ക് അത് നിങ്ങൾ അഡ്മിറ്റ് ചെയ്യണം.
സൂപ്രണ്ട് ചെയ്തോ വേറെ ഹോസ്പിറ്റലിൽ പോയി സർട്ടിഫിക്കറ്റ് റിപ്പോർട്ട് ചെയ്യാൻ വന്നല്ലേ സാറേ? അല്ല അവരോട് നിങ്ങൾ ചോദിച്ചോളി ഉണ്ടോ അല്ലേ എന്നുള്ളത് ഇല്ലാന്ന് പറഞ്ഞാൽ രേഖാക്കിയിട്ട് ഒപ്പിടിച്ച് നിങ്ങൾ ഒപ്പിട്ട് തരും. ഞങ്ങൾക്ക് എഴുതാൻ നിങ്ങൾ നോക്കണ്ട, നിങ്ങൾ അവരോട് ചോദിച്ചോളി ഉണ്ടോ അല്ലേ? കൗൺസിലറും ഭാര്യന്റെ മോളും ഭാര്യ ഡിവിഷൻ കൗൺസിലർ നോട്ടീസ് കൊടുത്തിട്ടുണ്ടോ? പറയട്ടെ നിങ്ങൾ സംസാരിച്ചില്ലേ? സാറ് പറയും ചോദിക്കും. 365 ദിവസം ഇവര് 10-ലാണ് അത്രയില്ല അതിലല്ലേ വേണ്ടത്. തീരല്ല ഇവിടെ ഇല്ല. ഇവിടെ ഇല്ല ഈ മുനിസിപ്പാലിറ്റി അവിടെ എല്ലാം അറിയാലോ. അല്ല നമ്മളെ നിങ്ങൾ തന്ന പരാതിയുടെ ഇതില് കുറച്ച് മറുപടി നമ്മൾ കൊണ്ട് തന്നിട്ടുണ്ട് അവിടെ. അവിടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. മറുപടി തരുന്നുണ്ട്. തന്ന മറ്റേ 556 പരാതി അതിൽ കുറച്ചുകൂടെ ഇനിയും തരാനുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ രാവിലെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വിളിക്കുമ്പോഴാണ് അയാൾ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആണ് സുഹൃത്ത് പറയുന്നത്. അയാള് മറുപടി അടിക്കും. അതല്ല അന്വേഷണം നടന്നിട്ടുള്ള മറുപടിയാണ്. അയാൾ മറുപടി തരുന്നതിന് മുമ്പ് തന്നെ അതിനുള്ള ഫയല് നിങ്ങൾ വിളിപ്പിക്കണമല്ലോ. ഫയലാണ് ഏറ്റവും ഞങ്ങൾ പ്രധാനം. ഞങ്ങൾക്ക് വോട്ടില്ലെങ്കിൽ അങ്ങ് വേണ്ട, പക്ഷെ അത് ഫയൽ പ്രകാരമാണെങ്കിൽ ഓക്കെ. അത് നിങ്ങൾ കസ്റ്റഡി എടുക്കണം, ഇല്ലെങ്കിൽ അത് എടുക്കാൻ പറ്റില്ലല്ലോ. അയാൾ ഞങ്ങൾ തന്നെ കേശവദാസപുരം മണ്ണന്തല വട്ടമ്പാറ വീട്ടിൽ ഞങ്ങൾ അന്വേഷിക്കുന്നത്. അവിടെ ഇല്ല അയാള്, അദ്ദേഹം അവിടെ ഇല്ല. അദ്ദേഹത്തിന്റെ ലൊക്കേഷൻ പിടിച്ചു, അദ്ദേഹം എവിടെ ഉണ്ട് ഒക്കെ കൃത്യമായി ഞങ്ങൾക്ക് അറിയാം. അപ്പൊ പിന്നെ പോലീസും ഞങ്ങൾ തമ്മിലാക്കും പിന്നെ പ്രശ്നം. ഇപ്പൊ ഹോസ്പിറ്റലിൽ നമ്മൾ പോയിന്റ് മാറില്ല. ഞങ്ങൾക്കിത് വേണം. സാർ ഇവിടെ വന്നു അന്വേഷിച്ചു, അയാളെ നമ്മൾ കൊടുത്ത പിന്നെ അപേക്ഷയുടെ പുറത്ത് എന്തെങ്കിലും ഒരു മറുപടി എഴുതാൻ അല്ലെങ്കിൽ നമുക്ക് ആവശ്യമാണ്. ഫയൽ സൈഡിൽ ഞങ്ങൾ മറുപടി തരണം. അതാണ് എന്താ കാര്യം. അയാൾ ഈ ഞങ്ങൾ കൊടുത്ത പേപ്പറിന്റെ പുറത്ത് ഈ വോട്ടല്ലാന്ന് ഇങ്ങോട്ട് വരാൻ ഭയപ്പെടുന്നു. അയാൾ ഇവിടെ ഉള്ള ബാക്കിയുള്ള ഒറ്റ സ്റ്റാഫിന് ഇവിടെ വരാൻ ഭയമില്ലല്ലോ. ഞങ്ങൾ ആരും ഓരോന്നും പറഞ്ഞില്ലല്ലോ. നമ്മൾ യൂണിയനൊന്നുമല്ല, എല്ലാ യൂണിയനും. രണ്ട് ദിവസം ഈ വോട്ടർ ലിസ്റ്റ് പോലീസ് സംരക്ഷണത്തിലാണ് ഇവിടെ ഇറക്കിയത്. കൊടുവള്ളി നിയോജക മണ്ഡലത്തിൽ UDF കൺവീനറാണ്. ഈ നിയോജക മണ്ഡലത്തിലെ 6 പഞ്ചായത്തുകൾ വേറെയുണ്ട്. അവിടെ ഒന്നും പോലീസ് പ്രൊട്ടക്ഷനില്ല. അവിടെയും ഞങ്ങൾക്ക് ലീഗിന് നല്ല ശക്തിയുള്ള UDF ശക്തിയുള്ള പഞ്ചായത്തുകളാണ് ഈ നിയോജകമല്ലോ. അവിടെ ഒന്നും പോലീസ് പ്രൊട്ടക്ഷൻ ആദ്യം ആവശ്യപ്പെട്ടില്ലല്ലോ. എന്തിനാണ് ആദ്യം പോലീസ് പ്രൊട്ടക്ഷൻ ആവശ്യപ്പെട്ടത്? അപ്പൊ ഇവർക്കറിയാം ഇതിൽ മുഴുവൻ തെറ്റാണ് എന്ന് ഇവർക്കറിയാം. അതുകൊണ്ടല്ലേ നേരത്തെ പോലീസ് പ്രൊട്ടക്ഷൻ ആവശ്യപ്പെട്ടത്? അന്ന് ഞാൻ ഓഫീസിൽ ഇരിക്കുമ്പോൾ CIന്റെ നേതൃത്വത്തിൽ 15 പോലീസുകാരോടോ ഞാൻ ചോദിച്ചു നിങ്ങൾ എന്തിനാ വന്നു ചോദിച്ചു. ഇപ്പൊ ഒന്ന് വോട്ടിംഗ് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുക, അവിടെ കുഴപ്പമുണ്ടാവുന്ന പറയും. എന്ത് കുഴപ്പമുണ്ടാകുന്നത്? ഇവിടെ ആരുമില്ല, അവിടെ ഒരു മനുഷ്യനില്ല ഓഫീസിൽ. ഇവിടെ നിലവിൽ ഇവിടെ ഇല്ല എന്നുള്ള കൊണ്ടുപോകാൻ പാടില്ല. അങ്ങനെ കൊണ്ടുപോകാൻ പാടില്ല. ഇപ്പൊ എല്ലാം 24 മണിക്കൂർ എല്ലാവരും വേണ്ടി കലക്ടർ ഉൾപ്പെടെയുള്ള JD ഉൾപ്പെടെയുള്ള ആളുകൾ സാറിന്റെ ഇവിടേക്ക് പറഞ്ഞേച്ചാൽ എല്ലാം സൂപ്രണ്ട് എഴുതിട്ടെ. അതിന്റെ ഇടയിൽ സാറോട് സൈൻ ചെയ്ത് തരും. നിങ്ങൾ അന്വേഷണത്തിന് വന്നാണല്ലോ. നമ്മൾ നിങ്ങളോട് ഇങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ. നിങ്ങളോട് ബഹുമാനമുള്ളൂ. അശേഷം ഒരു പ്രയാസം. അല്ല ഇനി മൂപ്പര് ജീവനക്കാർക്ക് അറിയാതെ അന്ന് ഇപ്പോൾ ടൈപ്പ് ചെയ്ത സാധനമല്ലേ ഫോം 5 ഇവിടെ ഇല്ലാന്നല്ല. ലീവിൽ ഒരു മാസം ഇന്ന് ഇന്നൊന്നും നടക്കൂലേ. ലൈവാ സുപ്രഭാതത്തിൽ ലൈവാ നിങ്ങൾക്ക് രക്ഷപ്പെടാം. ഞങ്ങൾ തെറ്റ് ചെയ്ത പോലെ വേക്കിലേ ഞങ്ങൾ പോകും. അതിന് ജീവൻ പോകാനും പ്രശ്നമല്ല, ഒരു പ്രശ്നമില്ല.
പ്രത്യേകം പറഞ്ഞു നിങ്ങളൊന്നും ചെയ്യേണ്ട 5-ാം തീയതി വരെ എങ്ങനെ നിങ്ങൾ കേട്ടില്ലേ JD പറഞ്ഞത് 5-ാം തീയതി വരെ നിങ്ങൾ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് നിന്നാൽ മതി. അല്ല വലിയ പറയില്ല. ചന്ദ്ര ജീവനക്കാരെ വഴക്ക് നടക്കാണ്ട് പണിയെടുപ്പിക്കല അതിന് ഇങ്ങനെ നടക്കാതെ ജോലി വിജയങ്ങളില്ലേ അതൊക്കെ സർവീസ് കൊടുക്കണ്ടേ? ജനനം മരണവും എല്ലാം ഇല്ലേ? അല്ല ഈ കേസ് മാറ്റി ചെയ്യുന്നുണ്ടല്ലോ. ജീവനക്കാർ അവരോട് സീറ്റ് എടുത്ത് പണിയെടുക്കും. ജീവനക്കാരൊക്കെ പണിയെടുക്കും. എനിക്ക് ഇന്ന് വന്ന് 8 ഫയലുള്ളൂ. കൃത്യമായി എല്ലാ പണി ചെയ്ത് കഴിയുന്നുണ്ട്. എവിടെ പോയാലും അപ്രൂവ് ചെയ്ത സെക്രട്ടറി ആകുന്നതല്ലേ? സെക്രട്ടറി അപ്രൂവ് ചെയ്യാൻ കഴിയുന്നില്ല പ്രശ്നം. അതല്ല ഇന്നിപ്പോ റിക്കവറീസ് അതേപോലെ സാലറി ഇതൊക്കെ ഉള്ളതാണ്. കഴിഞ്ഞാൽ ശമ്പളം കിട്ടിയില്ല. ശമ്പളം കിട്ടിയില്ല. അത് ഈ മാസം ഡേറ്റ് നിങ്ങളത് എക്ക് ചാർജ് കൊടുക്കും. നിങ്ങൾക്ക് വേണ്ടാന്ന് പറയും ചെയ്യുന്നു. ഞങ്ങൾ കേൾക്കാണ്ട് വേണമെന്നും പറയില്ല. കാരണം എന്നാലും പണി ഒപ്പിക്കാൻ ഞങ്ങൾക്ക് പണി തരും. ഇവിടെ കേസ് ഫോൺ തന്നെ ഇപ്പൊ കട്ടാവും. അതോട് ഇവിടുത്തെ എല്ലാ സംഗതിയും നോക്കും. കേസ് മാറ്റ് കട്ടാവും, നെറ്റ് കട്ടാവും, മൊത്തം കട്ടാവും. സൂപ്രണ്ടേ ഇവര് കേൾക്ക പറയാം. മാന്യമായി നിങ്ങൾ ഈ ഉദ്യോഗസ്ഥന്മാരോട് സംസാരിച്ചിട്ടില്ല. 5 ആൾക്ക് ചാർജ് കൊടുത്തപ്പോ അവര് എഴുതി കൊടുക്കാൻ അതിന് വലിയ വർത്താനല്ലോ ഇവിടെ. 5 ആൾക്ക് ചാർജ് കൊടുത്തു. ഇനി എനിക്ക് പറയാനോ ഞാൻ പറയാം. 5 ആൾക്ക് ചാർജ് കൊടുത്തു. അത് ചെയർമാൻ അറിയാം ചാർജ് കൊടുത്തു. കാരണം അന്നത്തെ പ്രശ്നം അധികം ഇതായപ്പോൾ നമ്മൾ എന്താക്കി അവർക്ക് ചാർജ് കൊടുത്തു. പക്ഷെ അവർ പിറ്റേന്ന് പറഞ്ഞു അവർക്ക് ഇത് ഇല്ലാതെ ചെയ്യാൻ കഴിയില്ലെന്ന് പറഞ്ഞു. അവർ ഉച്ചയ്ക്ക് ശേഷം ലീവ് എടുത്ത് കഴിഞ്ഞിട്ട് അവർ പറഞ്ഞു ജയിലിനടുത്തേക്ക് പോവുക ചെയ്തത്. എന്നിട്ട് അവരെന്താ പറഞ്ഞു അവരോട് ചെയ്യേണ്ടെന്ന് പറഞ്ഞു. അല്ലാതെ നമ്മൾ അവരോട് ജോലി ചെയ്യേണ്ടെന്നൊന്നും പറഞ്ഞില്ല. അവരുടെ കൂടെ ജോലി ചെയ്യുന്ന ഒരാളാണ്. ഇതാണ് ഫോറസ്റ്റ് അതിന് ഇവിടെ ഉണ്ട്. 5ഉം ബൾക്കും അങ്ങനത്തെ സാധനമൊന്നുമില്ല. പിന്നെ ഏറിനടുത്ത് ബൾക്ക് അപേക്ഷ കൊടുത്ത് എനിക്ക് അറിയില്ല അതെന്താന്ന്. ബൾക്കായിട്ട് തള്ളിയ 300 വോട്ടൊക്കെ ഒരു വാർഡിൽ തള്ളുമ്പോൾ ബൾക്കായിട്ടാണല്ലോ. ബൾക്കിന്റെ നിയമം എന്താ? 7 ദിവസം ഇവിടെ നോട്ടീസ് ബോർഡിൽ. സാറേ ഇതെന്താ സംഭവിച്ചാൽ ഇവിടുത്തെ ചില ഉടായ്പമാർ രാഷ്ട്രീയക്കാരെ നമ്മളൊക്കെ നിങ്ങൾ എതിരേക്കും. നമ്മളൊക്കെ അങ്ങോട്ട് ഒരുമിച്ചു അല്ലാണ്ടൊക്കെ നോക്കും. ഇവര് വീട്ടിൽ നിന്ന് സെക്രട്ടറി നിങ്ങൾ എന്ത് വിചാരിച്ചാലും എനിക്ക് കുഴപ്പമില്ല. സെക്രട്ടറിക്ക് വൈകുന്നേരം നല്ലോണം മറ്റ അടിച്ച് പൂസാക്കിയിട്ട് ഇവരങ്ങ് ചെയ്ത പണിയാണ്. ഈ ലോഗിൻ ഓപ്പൺ ചെയ്തത് പോലും ബാങ്കിലെ ക്ലർക്ക്. അതിന്റെ സാന്നിധ്യമാണ് സൂപ്രണ്ട്. അതിന്റെ സാന്നിധ്യമാണ് നോക്കാൻ നമുക്ക്. ഇതിനി അത് ഏറ്റവും അവസാനമാണ് വരിക. നിങ്ങളെ യാത്ര നിങ്ങൾ ഇവരോട് സംസാരിക്കണത്, നിങ്ങളെ മീറ്റിംഗ്, CPM-ന്റെ പാർട്ടി നേതാവിന്റെ വീട്ടിലെ യോഗം, ഇതൊക്കെ തെളിവുണ്ട്. നമുക്ക് സംസാരിക്കാം. അതൊന്നും ഡിപ്പെൻഡ് ചെയ്തിട്ടേ ഇല്ല. ലോഡ്ജ് കുത്തിരുന്നിട്ട് അതിന്റെ പുറത്ത് താമസം അല്ലാതെ സ്റ്റാഫ് പോയിട്ട് അന്വേഷിക്കും. നോട്ടീസ് കൊടുക്കണ്ടേ? കൊടുക്കണ്ടേ സാർ? ആ നോട്ടീസ് കൊടുത്ത രേഖപ്പെട്ടെ ചോദിച്ചോണ്ടോ? ഉണ്ടോ മേഡം? വോട്ട് തള്ളി പരാതിയില്ല. വോട്ട് ചേർത്തണ്ടല്ലേ? അല്ല അതിലുണ്ട്. അവസാനം കൊടുത്ത വോട്ടുകൾ ചേർത്തിയിട്ടില്ല. അല്ലല്ല അവസാനം വോട്ട് ചേർത്താത്തുണ്ട്. നമുക്കല്ല നമുക്ക് ഇനി ചേർത്താലോ. അത് ഞങ്ങൾ വിഷയമാക്കില്ല. കാരണം ഒന്നുകൂടി ചെയ്ത് പണിയെടുത്തോളാം. ആയിക്കോട്ടെ. ഇതൊക്കെ വോട്ട് കൊടുത്താണ് ഇവിടെ ചേർത്തിയിട്ടില്ല. അത് കിടക്കട്ടെ. ചേർത്താട്ടെ ഇനി ചേർത്താ. ചേർത്തണ്ട ഇനി ചേർത്താൻ ഉണ്ടാവുന്നില്ല. ഞങ്ങൾ ഇവിടെ അന്വേഷിക്കാൻ വന്ന ഉദ്യോഗസ്ഥൻ ഞങ്ങൾ നിങ്ങളടുത്ത് സംസാരിക്കുന്നു. ഞങ്ങൾ നീതി നിങ്ങളടുത്ത് നിന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇവിടെ നീതി കിട്ടില്ല. ആ നീതിക്ക് ഞങ്ങളുടെ ആദ്യത്തെ പ്രൂഫ് ഇതാണ്. ഇവിടെ എല്ലാം നിങ്ങൾക്ക് ബോധ്യപ്പെട്ട അതിൽ കൗണ്ടർ ചെയ്ത് ഞങ്ങളെ മുന്നിൽ ഒരു പറഞ്ഞു ഇവിടെ എല്ലാം എന്നിട്ട് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടില്ല. 100% ബോധ്യം ഉണ്ടെങ്കിൽ മാത്രം എഴുതാൻ ഓഫീസിൽ ഇവിടുത്തെ ഫൈനലല്ലേ?
നമ്മൾക്ക് ഹാജരാക്കി ഹാജരാകുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെയല്ല ഞാൻ ഈ ഓഫീസിൽ ഇല്ലാന്ന് അല്ല, ഒരു കാര്യം പറയാം. നമ്മൾ ഇപ്പൊ സെക്രട്ടറിയുടെ അടുത്താണ് ഫയൽ എന്നാണ് ഇവര് പറയുന്നത്. സെക്രട്ടറി നാളെ കൊണ്ടുവരികയാണെങ്കിൽ നാളെ കൊണ്ടുവന്നോട്ടെ. ഇപ്പോൾ ഇവർ ഹാജരാക്കിയിട്ടില്ല എന്നല്ലേ നമുക്ക് പറയാൻ പറ്റും. നാളെ ഇവിടെ ഉണ്ടോ ഇല്ലയോ നമുക്ക് പറയാൻ പറ്റില്ല. ഒരു മിനിറ്റ് ഞാൻ പറയാം. ശരി, ഇവിടുത്തെ പ്രശ്നം എന്താ? ഈ ഫയലുകൾ എവിടെ വേണ്ടത്? എവിടെ വേണ്ടത്? വൺ വേർഡ് ആൻസർ. എവിടെ വേണ്ടത്? ഓഫീസിൽ വേണം. ശരി ശരി, അവിടെ നിൽക്കി, അവിടെ നിൽക്കി. ഞാൻ പറയാം, ഓഫീസിൽ വേണ്ട സാധനം ഓഫീസിൽ ഇല്ലാന്ന് തന്നെ ഉള്ളൂ. നാളെ വരുന്നതിനെ പറ്റി സംസാരിക്കണ്ട. അത് നിങ്ങൾ ഇവർക്ക് വേണ്ടി പറയാം. അല്ലല്ല, നിങ്ങൾ ഇപ്പൊ പറയേണ്ടത് ഇവിടെ ഇല്ല, അത് സൂപ്രണ്ട് സാക്ഷ്യപ്പെടുത്തി അത് തന്നിട്ടുണ്ട്. നിങ്ങൾ അന്വേഷിക്കാൻ വന്നല്ലോ. അന്വേഷണം റിപ്പോർട്ട് ഞങ്ങളൊന്ന് പരിശോധിക്കാൻ വന്നല്ലേ? നിങ്ങൾ പരിശോധിച്ച് പിന്നെ ഞങ്ങൾക്ക് ഇത്രേ അറിയേണ്ടിയുള്ളൂ. നിങ്ങൾ വന്നത് സത്യമായിട്ട് അന്വേഷിക്കാനാണോ അതല്ല നടപടിക്രമത്തിന്റെ ഭാഗം ഞങ്ങളൊന്ന് പ്രതീക്ഷാക്കുന്നതാണോ? നിജസ്ഥിതി മനസ്സിലാക്കാനാണല്ലേ വന്നത്. ആയിക്കോട്ടെ, ഞങ്ങൾ ഈ തന്നിക്ക് വേറെ നിങ്ങൾ മനസ്സിലാക്കി തന്നു വെച്ചാൽ ഞങ്ങൾ നിർബന്ധിക്കുന്നില്ല. നിങ്ങൾക്ക് തോന്നുകയാണ്, തോന്നുന്നുണ്ടോ ഇവിടെ ഉണ്ട്? അതായത് അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർ കയ്യിലാണെന്ന് അയാൾക്ക് വെക്കാൻ പറ്റില്ല. എഴുതി കൊടുക്കാൻ അല്ല അതിന്റെ അല്ലാത്തത് അല്ലല്ല ഏതിന്റെ ഇപ്പൊ 25 മുന്നുള്ള സാധനല്ലേ ഈ പട്ടികയ്ക്ക് പ്രസിദ്ധീകരിക്കുന്ന ഫോം 5 അതിന്റെ മുമ്പ് തന്നെ ഈ പ്രസിദ്ധീകരിക്കുന്ന മുമ്പ് അപ്പീൽ തന്നൂര് ഇവിടെ ഉണ്ടല്ലോ. 550 അപ്പീൽ തന്നൂര് രേഖ ഇവിടെ ഉണ്ടല്ലോ. 29 പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പ് തന്ന ഫോം 5. അതെ 25 വോട്ടപ്പെട്ടി പ്രസിദ്ധീകരിച്ച ആ ആക്ഷേപത്തിലെ ഫോം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് കാണേണ്ടത് സർ ഈ അടുത്ത കാലത്ത് 2-9 കണ്ടല്ലേ പ്രസിദ്ധീകരിച്ചു. അതിന് മുകളിൽ ആശയം വാങ്ങി ആ സമയത്തുള്ള ഫോം 5 അങ്ങനെയല്ല സർ. ഒരു മിനിറ്റ് സംസാരിക്കാം. അതായത് അന്തിമ വോട്ടർ പട്ടിക 25-ന് ഇപ്പൊ അല്ല, ഇതല്ല, ഇതിന് നേരെ മുമ്പുള്ളത് രണ്ടാമത് പ്രസിദ്ധീകരിച്ച കരട് കഴിഞ്ഞിട്ട് വന്നതിന് അന്തിമ വോട്ടർ പട്ടിക എന്നല്ലേ പറയും. അതിന് മുമ്പ് നടുവിൽ വന്നതോ? അതിന് അന്തിമ എന്നാ പറഞ്ഞത്? നിങ്ങൾക്ക് ഓർമ്മയില്ല. 2-9 സാർ ഞങ്ങൾക്കറിയാം. 2-9 വന്ന അന്തിമ വോട്ടർ പട്ടിക, ഇത് 10 മാസം. 2-9 വന്ന അന്തിമ വോട്ടർ പട്ടികയിൽ നിന്ന് മാറ്റം മാറിയിട്ടാണല്ലോ ഇപ്പൊ 3ാമത്തത് വന്നത്. ആ 3ാമത്തത് മാറുന്നതിലേക്ക് ഇവിടെ കുറെ ഫയലുകൾ ഉണ്ടാകല്ലോ. ഫോം നമ്പർ 5 ആട്ടെ 7 ആട്ടെ ബാക്കിയുള്ള ഏതോ ആട്ടെ സോ അത് സംബന്ധിച്ച് മാറാനുണ്ടായ നടപടിക്രമങ്ങൾ ഉണ്ടാകല്ലോ. അതിന്റെ ഫുൾ ഫയലുകൾ കിട്ടണം. ഒന്ന് പ്രശ്നം ആദ്യം കരടിറങ്ങി, കരട് കൃത്യമായി അന്തിമം കൃത്യമായിട്ട് പരിഹരിക്കപ്പെട്ടു ഇറങ്ങി. ആ നടുവിലത്തെ പിന്നീട് എന്താണ് അട്ടിമറിക്കപ്പെടുക. ആ അട്ടിമറിയുന്നതിന്റെ ബേസ് എന്താണ്? ഇവിടെ ഉണ്ടായി നിങ്ങൾ പരിശോധിക്കണം. ലോക്കർ അവിടെ ഉണ്ടാവുക. ഈ പരാതി കലക്ടർ കൊടുത്തിട്ട് പരിശോധിച്ചില്ലേ? അതൊക്കെ ഓൺലൈനായിട്ട് വന്ന സാധനമാണ്. ഒരു പരാതി കൊടുത്തില്ലേ, ആശയപണ്ട് കണ്ടിട്ട് കലക്ടർക്ക് പരാതി കൊടുത്തതിനനുസരിച്ച് അന്വേഷണം നടത്തിയിട്ടായിരുന്നു. ആ അന്വേഷണം നടത്തിയത് കലക്ടർ ഓഫീസിൽ നിന്ന് ഓൺലൈനായിട്ട് അവിടെ അപേക്ഷ വന്നിട്ടുള്ളത് ഇത് മാറ്റാൻ വേണ്ടിയിട്ടുള്ളത്. അത് ഓൺലൈനിൽ അപേക്ഷ ഞങ്ങളല്ല കൊടുത്തത്. ഇവിടെ ഞങ്ങൾ ഏതായാലും ഞങ്ങളെ വോട്ട് തള്ളാൻ അപേക്ഷ കൊടുക്കില്ലല്ലോ. ആ അപേക്ഷ കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ചെയ്യും ഈ അപേക്ഷ കൊടുത്ത ആളുകൾ എന്താക്കണം, വിളിച്ചിട്ട് ഓലെ ഇത് ചെയ്തിട്ട് നോട്ടീസ് കൊടുത്ത് ഓരോ ഹിയറിംഗ് കേട്ട് നോട്ടീസ് ബോർഡിലിട്ട് അവരെ കേട്ട് അതിന്മേലെ റിപ്പോർട്ട് ഉണ്ടാവും അല്ലേ? ആ സാധനങ്ങളട്ടെ
2:09 വോട്ടർ പട്ടിക ഉത്തരവ് ഇറങ്ങിയില്ലേ? 2:09 വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുക, ഇലക്ഷൻ കമ്മീഷൻ ഉത്തരവ് ഇറക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് എത്ര ഫോം 5 കിട്ടിയിട്ടുണ്ട്? ഓൺലൈൻ അല്ലേ? സൈറ്റ് അവിടെ നിൽക്കട്ടെ, ഇവിടെ സാധനം ഉണ്ടാകല്ലോ. എന്തൊക്കെയാണ് ഉള്ളത്? അല്ല, വേറെ ആളുണ്ടാകല്ലോ. ഇയാൾ ലീവിലാണെങ്കിൽ അന്നേരം ചാർജുള്ള ഒരാളുണ്ടാവും. അയാൾ വിളിക്കട്ടെ. മനുഷ്യരെ കൊന്നതുണ്ടോ ആട്ടെ. ഇയാള് ലീവ് ഇയാൾ സൽമാനിക്ക് ചാർജ് അയാൾക്ക് കൊടുത്തായിരുന്നു. അപ്പോൾ ഇയാൾ ചാർജായിരുന്നു. 14 കൊണ്ടാണ് ഇയാൾ ലീവായിരുന്നു. അപ്പോൾ ഇയാൾ നമ്മളോട് പറഞ്ഞത് ആശയപരം, കാരണം അവർക്കാണ് ആശയപ്പെട്ടത്. നമ്മൾ ആശയപരം വെച്ചിട്ട് അവർക്ക് നോട്ടീസ് അയക്കി. അവരെ ഏറി കേട്ടിട്ട് അതുകൊണ്ടാണ് തവണ എല്ലാവർക്കും നോക്കാൻ അങ്ങനെ പറഞ്ഞു. ഇതിന് എനിക്ക് ആ ഫോം പേരുടെ കാര്യങ്ങളൊന്നും എനിക്ക് ചെയ്യാനുള്ള ഇതും വരില്ല. കാരണം സെക്രട്ടറി ഈ ക്ലർക്ക് അത് ഫുൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ സെക്രട്ടറിൻ്റെ ലോഗിന് മാത്രമാണ് അതിൻ്റെ ഡേറ്റ് എടുക്കാൻ പറ്റുന്നത്. ഇവർക്ക് ഇയറിംഗ് ഡേറ്റ് എടുക്കാൻ പറ്റുക. അത് എടുത്തു കഴിഞ്ഞാൽ അത് ഇവിടുന്ന് ഡെസ്പാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുക. ഇപ്പോൾ ഡെസ്പാച്ച് ചെയ്യാൻ സമയമില്ലാത്ത കാരണം നമ്മൾ ഫോൺ ചെയ്താണ് ഇവരൊക്കെ വിളിച്ച് ചെയ്തത്. ഇവിടെ എൻ്റെ ഫോൺ ചെയ്ത് വിളിച്ച ആൾക്കാർ ഇഷ്ടമൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഫോൺ ചെയ്താൽ ആശയപകരം. അതെ, പക്ഷെ സെക്രട്ടറി പറയുന്നത് എനിക്കൊന്നും അത് മാത്രം സെക്രട്ടറി, മറ്റേ സെക്രട്ടറി പറയുന്നത് എല്ലാ കാര്യം നമ്മൾ സെക്രട്ടറി മുഖേന മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. വേറെ ദിവസം കാര്യം ഇനി നമ്മളിപ്പോ ഞാൻ തള്ളാൻ കൊടുത്ത ചില ആൾക്കാർ ഔദ്യോഗികമായിട്ട് റിപ്പോർട്ട് ഒരു മിനിറ്റ് ഞങ്ങൾ കൃത്യമായി ഫോൺ നമ്പർ 5 നമ്പർ ഫോൺ നമ്പർ 5 സർവോ ഞാൻ പറഞ്ഞ 55 ഓരോ കയ്യിലുണ്ട്. ഈ 55 ആളും ഈ സ്ഥലത്തില്ല എന്ന് കൃത്യമായി ഇവിടുത്തെ ഫീൽഡ് സ്റ്റാഫ് റിപ്പോർട്ട് ചെയ്തു. ഈ 55 ആൾ അതിനുള്ളിൽ തന്നെ ഉണ്ട്. അവിടെയാണ് പ്രശ്നം. നാട്ടിലില്ല, ഏതോ പരിസരത്തില്ല. എന്റെ 22ാം ഡിവിഷനിൽ പഞ്ചായത്ത് മാറിപ്പോയ ആൾക്കാർക്ക് സ്വാഭാവികമായി തള്ളും. ഇത് ഫ്രഷ് ആക്കലാണല്ലോ ഈ തള്ളലൊക്കെ. വോട്ട് ചേർത്തല മാത്രമല്ലല്ലോ, ഈ വോട്ട് ലിസ്റ്റ് ഫ്രഷ് ആക്കുന്ന ലക്ഷ്യമുണ്ട്. വെറുതെ കുറെ വോട്ട് എടുക്കണമെന്തിനാ? ആ വോട്ടിൽ മാത്രമല്ല രസം അറിയോ, ഇവിടുന്ന് ഉദ്യോഗസ്ഥന്മാർ കൊല്ലത്തിൽ ഞങ്ങളെ വിളിക്കും, കൗൺസിലർമാരെ. എന്നിട്ട് ലിസ്റ്റ് തരും, ചെയ്തോ ആരെങ്കിലും ലിസ്റ്റ് തരും. ഇന്ന ആളൊക്കെ മരിച്ചാണോ നോക്കാം. മരിച്ചോ എന്നുള്ള ഇവർക്ക് ഭയങ്കര ഉത്സാഹം. നാട് വിട്ടു പോയ ആൾക്കാരെ ലിസ്റ്റ് കൊടുത്ത് തള്ളിച്ചു ഞങ്ങൾ. അതിന് ഒരു കുട്ടിയെ പോലും തള്ളിയില്ല. ഒരിപ്പോഴും അവിടെ കിടക്കുകയാണ്. കുന്നമംഗലം പഞ്ചായത്തിന്, കൊലുവട്ടൂർ പഞ്ചായത്ത്, മടവൂർ പഞ്ചായത്തിലൊക്കെ അവിടെയും വോട്ടർമാരാണോ വീടില്ല, അവിടെ വോട്ടുണ്ട്. അങ്ങനത്തെ 100 കണക്കിലൊന്നും രേഖയില്ല. 2-3 ആൾക്കാർ വന്ന് കണ്ടിട്ട് നിങ്ങളൊക്കെ നിർത്തി തരാം, നടപടിയോട് പ്രത്യേകിച്ച് 40 പ്രത്യേകിച്ച് നിങ്ങളെ കാണിച്ചു തരാൻ ഭയങ്കര ഭീഷണി. അങ്ങനെ പറഞ്ഞതാക്കി. അപ്പോൾ ഞാൻ എന്തൊക്കെ ഒന്നുമില്ല. പിന്നെ ഇവർ ഇങ്ങനെ ഓരോരുത്തരത്തിൽ വന്ന് ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ ഞാൻ എന്താക്കി നേരെ സ്റ്റേഷനിലേക്ക് വിളിച്ച് പറഞ്ഞു, എനിക്ക് വൈകുന്നേരം 4 പ്രസിദ്ധീകരിക്കുന്നത് പറയുന്നുണ്ട്. കാരണം വെച്ചാൽ ഐക്യം ഇങ്ങനെ നോക്കുന്നുണ്ടല്ലോ പ്രസിദ്ധീകരിക്കുന്നത്. അപ്പോൾ പ്രസിദ്ധീകരിക്കുന്നത് പറയുന്നുണ്ട്. അപ്പോൾ എനിക്ക് പ്രൊട്ടക്ഷനുണ്ട്. കാരണം വെച്ചാൽ ഈ വെറുതെ പ്രശ്നം ഉണ്ടാക്കി താല്പര്യമാണ്. പക്ഷേ പോലീസിനെ ഞാൻ വിളിച്ചു, ചെയർമാൻ പോലീസിനെ കണ്ടിട്ടുണ്ട്. ചെയർമാൻ അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇപ്പോഴത്തെ കൂടെ ആൾക്കാർ വന്നോട് ബഹളം ഉണ്ടാക്കാൻ തുടങ്ങുകയും ചെയ്തിരുന്നു. ഈ വോട്ടിംഗ് ലിസ്റ്റ് 5 മണിക്ക് പിന്നെ നിങ്ങൾ പ്രസിദ്ധീകരിച്ചാൽ ഇത് കണ്ടുപിടിക്കണം ചുരുങ്ങിയ 2 മണിക്കൂർ വേണ്ടേ? ഇവര് പറയുന്നത് വോട്ടിംഗ് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച് അതേ മിനിറ്റ് തന്നെ ആൾക്കാർ ഞാൻ പറഞ്ഞോ സൂപ്രണ്ട്, നിങ്ങളെ ചില സമയത്ത് സൂപ്രണ്ട് വളരെ മാന്യത നിൽക്കണ. ഞാൻ ചോദിക്കണത് വോട്ടർ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്ന സമയത്ത് ഇവിടെ സെക്രട്ടറി ഇല്ലല്ലോ, ഈ പണിയെടുത്തോല. നമ്മളൊരു സംഗതി പറയുമ്പോൾ ഞാനല്ലോ സെക്രട്ടറിയാണ്. ഫയൽ എവിടെ ഇല്ലാത്ത ഫയലൊക്കെ സെക്രട്ടറിയിലെ, ഉള്ള ഫയൽ മുഴുവൻ സൂപ്രണ്ടിൽ. ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ഒരാളുണ്ട്. എനിക്ക് അയാളാണ് കാണിച്ചത്. അയാളെ വന്നിട്ട് അയാൾ കൊണ്ടുവന്ന് അയാളെ കയ്യിൽ ഫോണിൽ അയാൾ കാണിച്ചിട്ട് പറഞ്ഞ് ഡിലീറ്റഡ് ചോപ്പ് കാണിക്കുന്നത്. അപ്പൊ എന്നോട് നിങ്ങൾ ചെയ്യുന്നതിനനുസരിച്ചിട്ട് നിങ്ങൾ ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഇങ്ങനെ ഇവിടെ കാണുന്നുണ്ട്, ഇത് എങ്ങനെ നഷ്ടപ്പെട്ടത് പറയണമെന്ന് പറഞ്ഞിട്ട് അയാളോട് ഭയങ്കര ബഹളം ഉണ്ടാക്കി. അപ്പോഴാണ് പോലീസിനെ അല്ല അങ്ങനെ എഴുതാനല്ലേ? അല്ല പോലീസിന് മാത്രം വിളിച്ചാൽ പോലെയല്ലോ. ഇതിലിങ്ങനെ തെറ്റായ സംഗതികൾ വരുന്നുണ്ട്. തെറ്റായ സംഗതി എന്നല്ല, ഇവർക്ക്
പ്രസിദ്ധീകരിക്കാൻ മുന്നേ വരെ അത് പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങി. അതുകൊണ്ട് മാത്രമാണ് നിങ്ങൾ സഹായിച്ച ആളുകൾ അല്ലാതെ എനിക്ക് വോട്ടർ പട്ടിക കാണൂല. കാരണം വോട്ടർ പട്ടിക കാണുമെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആളുകളാട്ടോ. 2 ദിവസം ഇവിടെ ഹാജരാകാത്ത ഉദ്യോഗസ്ഥല്ലേ ഈ ആത്മഹത്യ ചെയ്ത ഉദ്യോഗസ്ഥൻ ഈ സാധു വൈകുന്നേരം ഇവിടുന്ന് വീട്ടിലെത്തുന്നതിന്റെ ഇടയിൽ മണിക്കൂറുകളോളം ഇവരെ കസ്റ്റഡിയിലാണ്. ഇത് എന്തൊക്കെ സൂപ്രണ്ടായ അവരെ വിളിച്ച സമയം മുതലുള്ള എല്ലാ കാര്യവും വൈഫ് പറഞ്ഞിട്ടുണ്ട്. ഇതെന്താ സംഭവം സാറേ, ഇതൊന്ന് വായിക്കണേ. ഇതൊക്കെ ക്ലിയർ ചെയ്തതിന്റെ കാര്യത്തിൽ തുടങ്ങാം. സാർ ഒന്ന് നോക്കട്ടെ. ഒരു മിനിറ്റ് അല്ലല്ല, ഞാൻ ചോദിക്കണത് ഒരു മിനിറ്റ്. നമ്മളൊരു ഫോം തള്ളാൻ കൊടുത്താൽ തള്ളപ്പെടുന്ന ആൾക്ക് ഒരു നോട്ടീസ് കൊടുക്കും. അതിന്റെ രേഖ ഇവിടെ ഉണ്ടോ? ഒരു ചോദ്യമാണ് സാർ. ഞാൻ നിങ്ങളോട് ചോദിക്കണം, നിങ്ങൾ ഇവിടെ ചോദിച്ചാൽ മതി. അതായത് ഹിയറിംഗ് നടത്തി വരേണ്ട ഒരു ഫോം ഉണ്ടാവുമല്ലോ, 14 ഫോം 14, അത് കൊടുത്താൽ അതിന്റെ രേഖ ഇവിടെ ഉണ്ടോ എന്ന് ചോദിച്ചു നോക്കി. അപ്പൊ അത് എഴുതണം. കൊടുവള്ളി നഗരസഭത്തെ വാർഡുകളിൽ നിന്നും വിവിധ അപേക്ഷകൾ ഒപ്പിടുന്ന മുഴുവൻ ഫോറം 5 ആക്ഷേപങ്ങളും ഈ ഓഫീസിൽ ഇല്ല എന്നുള്ള അവിടെ 29-ാം തീയതി കൊടുത്ത ഞങ്ങളുടെ അപേക്ഷ ഫോം ഇവിടെ ഇല്ല. 29-ാം തീയതി 8-ാം വാർഡിൽ നിന്നും 65 അപേക്ഷ കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്നും ഫീൽഡ് ഓഫീസർമാർ വെച്ചിട്ട് ഓരോരോ വാർഡിലേക്കും ഫീൽഡ് ഓഫീസർമാർ വെച്ചിട്ട് അവർ റിപ്പോർട്ട് ചെയ്താട്ടാ. 65 തീയതി 1 or 2 നിർത്താവുന്നതാണ്. ബാക്കിയൊക്കെ കറക്റ്റ് ഫീൽഡ് ഓഫീസർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ റിപ്പോർട്ട് ഞങ്ങൾ ഇവിടെ സമർപ്പിച്ചു, JD സമർപ്പിച്ചു. JD നിന്നും വീണ്ടും ഇങ്ങോട്ട് വന്നിട്ട് 1 രൂപന്റെ സ്റ്റാമ്പ് എടുത്ത് കൊണ്ട് കൊടുത്തു. ആ റിപ്പോർട്ടാണ് എന്താ പറഞ്ഞത് ഫീൽഡ് ഓഫീസർമാർ റിപ്പോർട്ട് ഞങ്ങളുടെ ഫുള്ള് വായിച്ചോളി. ഇത് ഓൾറെഡി ക്രമം നമ്പർ 900 ലിജി എന്നയാൾ റിപ്പോർട്ട് 13 മുക്കിലങ്ങാടി താമസം ഇല്ല എന്ന വിവരം അറിയാൻ കഴിഞ്ഞു, റിപ്പോർട്ട് ചെയ്യുന്നു. ഈ ലിജി പിന്നെ ഇവിടുത്തെ വോട്ടർ ലിസ്റ്റിൽ ഉണ്ടാൻ പാടുണ്ടോ? ഇല്ല. അപ്പൊ ഇവരെ ഇതുവരെ എന്ത് ചെയ്തില്ല, നീക്കം ചെയ്തില്ല. ഔദ്യോഗികമായി നീക്കം ചെയ്യാമെന്ന് ഇവിടുത്തെ ആളുകളെ എഴുതി കൊടുത്ത ആളുകളെ നീക്കം ചെയ്യുന്നില്ല. 1. നമ്പർ 2, ഈ ആളുകളെ നീക്കം ചെയ്യാതിരിക്കുമ്പോഴാണ് ഒരു പ്രൊസീജിയറും ഇല്ലാതെ കുറെ ആളുകൾ എടുത്തെറിയുന്നത്. എന്ത് ന്യായ? മിനിമം ഇത് തന്നെ ചെയ്യണ്ടേ? ഔദ്യോഗികമായി സംവിധാനമുള്ള ആളുകളൊക്കെ ഇവിടെ പിന്നെ അപേക്ഷ കൊടുക്കാൻ പറഞ്ഞു, സ്റ്റാമ്പ് ഒട്ടിച്ചിട്ട് അപ്പീലാണ് അതും ചെയ്യിപ്പിച്ചു. എന്നാ നീക്കം ചെയ്യണ്ടേ? ഞങ്ങളിങ്ങനെ വന്നിട്ട് ഇങ്ങനെ പണിയെടുക്കുക. ഒരു ഉളുപ്പ് എന്ന് പറഞ്ഞാൽ ലേസ് ഉണ്ടെങ്കിൽ 2ാമത് ഞങ്ങൾ പണിയെടുപ്പിക്കോ? അടിച്ച് കയ്യണോ? മറ്റൊരു അപേക്ഷ ഒന്നുമില്ല. മറ്റൊരു തരാം, ഒരു ഫോൺ ചെയ്ത നിങ്ങളതിന്റെ പിന്നോട്ട് കൊണ്ടാണ് ഞാൻ അവിടെ വെച്ച ശീലം ഇവിടെ വീഡിയോക്കാരൻ ബാക്കിലുണ്ട്. നമുക്ക് അനുകൂലമല്ല പലരും. നിങ്ങളെ പണി കഴിക്കാതെ എങ്ങനെ രക്ഷപ്പെട്ടത് എന്റെ ബുദ്ധിമുട്ട്? ഇത്രയും ദിവസം ഞാൻ ഒറ്റയ്ക്ക് നിന്ന് നോക്കിയിട്ടില്ല. നേരിട്ട് വന്ന് ഈ ഓഫീസിൽ നേരിട്ട് വന്ന് സൈലന്റ് ഈ ഓഫീസിൽ നേരിട്ട് വന്ന് അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർ
എല്ലാവരും കേട്ടോളിട്ടോ. കൊടുവള്ളി നഗരസഭയിലെ 37 വാർഡുകളിൽ നിന്നും വിവിധ അപേക്ഷകർ ഒപ്പിട്ടു സമർപ്പിച്ച മുഴുവൻ ഫോമും ഫോം 5, ഫോം 13, ഫോം 14 എന്നിവ വിതരണം നടത്തിയതുമായി ബന്ധപ്പെട്ട രേഖകളും ബൾക്ക് ട്രാൻസ്ഫർ നടത്തിയത് സംബന്ധിച്ച നോട്ടീസും അനുബന്ധ രേഖകളും ഈ ഓഫീസിൽ ഇല്ല എന്നുള്ള വിവരം റിപ്പോർട്ട് ചെയ്യുന്നു. ഫോം 5 ബൾക്ക് ട്രാൻസ്ഫർ BT ആൻഡ് BTD സംബന്ധിച്ച നിയമാനുസൃതം പാലിക്കേണ്ട യാതൊരു നടപടിക്രമങ്ങളും പാലിച്ചിട്ടില്ല എന്നും റിപ്പോർട്ട് ചെയ്യുന്നു. ഈ ചെയർമാനെ കുറിക്കണം വിശ്വസ്തയോടെ 1/11/2025 കൊടുവള്ളി മുനിസിപ്പാലിറ്റിയിൽ നേരിട്ട് വന്ന് പരിശോധനയിൽ മേൽരേഖകൾ ഇല്ല എന്ന് AERO അഥവാ അസിസ്റ്റന്റ് സെക്രട്ടറി അറിയിച്ചു. ഈ പറഞ്ഞ കാര്യങ്ങൾ